ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി എടുത്തിരിക്കുന്ന ആ ഒരു നിലപാടിന് മാറ്റം വരുമോ, ആ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ആകുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പലരും പല സിറ്റുവേഷനിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് എന്താണെന്നുണ്ടെങ്കിലും റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു നിലപാട് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ന് നോക്കാം. ഓക്കെ, 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. 4 ഓഫ് സോർഡ്സ്, Ace of Pentacles, Six of Cups, 6 of Pentacles reverse, Eight of Cups, Strength reverse, Hanged Man. അപ്പോൾ ഫൈനലി ഒരു കാർഡ് കൂടി എടുക്കാം. ഓക്കെ, വീൽ എനർജി. അപ്പോൾ നമ്മൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ, അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ഒരു നിലപാട് ഇപ്പോൾ എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഡിസിഷൻ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്നൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ വന്നിരിക്കുന്ന വ്യക്തി കറൻ്റ്ലി സ്ട്രോങ് ആയിട്ടുള്ളൊരു നിലപാട് എടുത്തിട്ടില്ല എന്ന് തന്നെ പറയാം. വളരെ ഒരു സ്ട്രോങ് ഡിസിഷൻ ആൾ എടുത്തിട്ടില്ല. അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ് കാണാനായിട്ട് കഴിയുന്നത്. അത് മാത്രമല്ല, നിങ്ങളൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലൈഫ് ലോങ് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. നിങ്ങൾ ഒരുപാട് ഇതിനകത്ത് ഇപ്പോഴും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ റിസൾട്ട് ഇല്ല. നിങ്ങളെക്കൊണ്ട് കഴിയാവുന്നതെല്ലാം ചെയ്ത് കാണും. പക്ഷെ നോക്കിയിരിക്കുകയാണ്, വെയിറ്റിംഗ് ആണ്. ശരിയാവും ശരിയാവും എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല. ആകെ ഒരു തടസ്സമായിട്ട് നിൽക്കുകയാണ്. എന്നാൽ നിങ്ങൾ മുഴുവൻ പ്രതീക്ഷ തൊട്ട് കൈവിട്ടിട്ടുമില്ല. ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലപാട് എടുത്തിട്ടില്ല. ഇനി അഥവാ ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് എടുക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസിഷൻ എത്തിയാൽ പോലും അത് ഫ്ലക്ച്വേറ്റിംഗ് ആണ്, മാറിപ്പോയിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് റിലേഷൻഷിപ്പിനകത്ത് നല്ല രീതിയിലുള്ള ഒരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഡിസ്റ്റൻസ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫിസിക്കലി ഈ ഒരു പേഴ്സൺ ആയിട്ട് നിങ്ങളിപ്പോൾ സംസാരിച്ചിട്ട് അല്ലെങ്കിൽ തീർത്തും ആ ഒരു നോ കോൺടാക്റ്റിലൊക്കെ പോകുന്ന ഒരു അവസ്ഥയായിരിക്കാം. നല്ലതുപോലെയുള്ള ഒരു ഡിസ്റ്റൻസ് ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളത് കൈവിട്ടിട്ടില്ല. ഇപ്പോഴും അതിനകത്ത് പ്രതീക്ഷ കൊടുത്ത് ശരിയാവും എന്നുള്ളൊരു എനർജിയിൽ ഇരിക്കുകയാണ്. ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ പാസ്റ്റ്, അല്ലെങ്കിൽ ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഗതി ആയിരിക്കാം. ചിലപ്പോൾ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കൊടുത്ത സംഗതി ആയിരിക്കാം. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും ഇപ്പോഴും നിങ്ങൾ ഇതിനകത്ത് പിടിച്ചു നിർത്തുന്നത്. നിങ്ങളുടെ വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇതിനകത്തൊരു ഡിസ്റ്റൻസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ പ്രിയപ്പെട്ടതാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ചിലവർക്കെങ്കിലും ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ ഇത് പോയിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ സെപ്പറേഷന് ശേഷം വീണ്ടും ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും ഓഫറായിട്ട് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവും. അതായത് വീണ്ടും ഒരു റീകൺസിലേഷൻ കിട്ടിയ പോലുള്ളൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ അത് നിലനിന്നിട്ടുണ്ടാവണമെന്നില്ല. അതായത് ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണ്. ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം നിങ്ങളോട് വന്ന് വീണ്ടും ആ ഒരു റിലേഷൻഷിപ്പ് പുതുക്കിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇത് മുന്നോട്ട് പോകുന്നില്ല. ഒരു സാറ്റിസ്ഫാക്ഷൻ ഇതിനകത്തില്ല എന്നുള്ളതാണ്. അത് കുറച്ച് പേർക്കായിരിക്കാം ആ ഒരു എനർജി. അപ്പോൾ കറൻ്റ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒരു സ്റ്റക്നെസ്സിൽ പെട്ടിരിക്കുകയാണ്. ഈ ഒരു പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഇവിടെ കഴിയുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ
കുറച്ച് കഴിയട്ടെ, സമയം റൈറ്റ് ടൈം ഇതല്ല എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ആ ഒരു റെസ്റ്റിംഗ് എനർജിയിലിരിക്കുകയാണ്, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഉറച്ച നിലപാടെടുക്കാൻ ആൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആലോചന കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ആവശ്യത്തിൽ കൂടുതൽ ആലോചിച്ച് കഴിഞ്ഞാലും പ്രശ്നമാണെന്ന് പറയുന്നത് പോലെ ചിലപ്പോൾ ആലോചിച്ച് അതിൻ്റെ അങ്ങേയറ്റം വരെ പോകുമ്പോഴത്തേക്കും ഇതിനകത്ത് പല തടസ്സങ്ങൾ കാര്യങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നൊരവസ്ഥ. അപ്പോൾ ഒരു ഡിസിഷൻ എടുത്ത് മുന്നിലേക്ക് വരാൻ, ഒരു ആക്ഷൻ എടുത്ത് മുന്നിലേക്ക് വരാനുള്ള ഒരു വൈമുഖ്യം ഇതിനകത്ത് നിലവിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കുറച്ച് പേര് നമ്മൾ പറഞ്ഞതുപോലെ ഒരു സെപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു റീകൺസിലിയേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലും സാറ്റിസ്ഫൈഡ് അല്ലാതെ പോകുന്നൊരവസ്ഥയാണ്. ഇവിടെ ഈ ഒരു പേഴ്സൺ ആ ഒരു സ്ട്രെങ്ത് ഇല്ല. ആ ഒരു കറേജ് എന്ന് പറയുന്ന കാര്യത്തിൽ വളരെ പിന്നോട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. മൊത്തത്തിൽ ആലോചിച്ച് ഇപ്പോൾ ഒന്നും റൈറ്റ് ടൈം അല്ല, ഇപ്പോഴല്ല ഇതിൻ്റെ ഒരു യഥാർത്ഥ സമയം, ശരിക്കുള്ള സമയം വരട്ടെ അല്ലെങ്കിൽ കുറച്ച് കാത്തിരിക്കാം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു രീതിയിൽ പോകുന്ന ഒരവസ്ഥയാണ്. അത് മാത്രമല്ല നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് തോട്ട്സും വളരെ കൂടുതലാണ്. അതായത് ഇപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ കാര്യങ്ങളൊക്കെ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാം എന്ന് ഓർക്കുമ്പോൾ വേറെ പല കാര്യങ്ങളും ആളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിരിക്കാം. ചിലപ്പോൾ ഇതിനകത്ത് തേർഡ് പാർട്ടി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അവരെക്കുറിച്ചായിരിക്കും. അപ്പോൾ അങ്ങനെ പല ചിന്തകളും വരുമ്പോൾ വീണ്ടും സ്റ്റക്ക് ആവുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആലോചന വളരെ കൂടുതലാണ്. മൊത്തത്തിൽ ആലോചിച്ചിരിക്കുകയാണ്. ഇനി ചിലവരാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ടാവാം എനിക്ക് കുറച്ച് സമയം വേണം, ഇപ്പോൾ എന്നെ നിർബന്ധിക്കരുത് എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവാം. അപ്പോൾ അതുപോലെയുള്ളൊരു ലാഗ് നിലവിൽ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഈ പേഴ്സൺ എടുത്തതായിട്ടും കാണാൻ കഴിയുന്നില്ല. ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ ഇതിനകത്തില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവുമോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ഡിസിഷൻ ഈ ഒരു പേഴ്സൺ എടുക്കുമോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഒരു ചേഞ്ച് വരുമോ, ഇങ്ങനെ വെയിറ്റ് ചെയ്ത് തന്നെ പോകേണ്ടതായിട്ട് വരുമോ എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. 6 ഓഫ് കപ്സ്, ഏസ് ഓഫ് കപ്സ്, എംപറർ, സ്റ്റാർ എനർജി, കിങ് ഓഫ് സോർഡ്സ്, 8 ഓഫ് പെൻറ്റക്കിൾസ്, 4 ഓഫ് പെൻറ്റക്കിൾസ്, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, ഫൂൾ. ഇനി പ്രത്യേകിച്ച് കാർഡ്സ് എടുക്കണ്ടെന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ നമുക്ക് ഫൈനലായിട്ട് ഒരു കാർഡ് കൂടി എടുത്ത് നോക്കാം. ഓക്കെ, ലവേഴ്സ് എനർജിയാണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ, അല്ലെങ്കിൽ യാതൊരു ആക്ഷനും എടുക്കാതെ പെൻഡിങ്ങിലേക്ക് വെക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു എനർജിക്ക് മാറ്റം വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമ്മളിപ്പോൾ നേരത്തെ എടുത്ത് നോക്കിയപ്പോൾ പറഞ്ഞവർ കൂടുതലും ചിന്തകളാണ്, ഒരുപാട് പല ആംഗിളിൽ നിന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. ആക്ഷൻ എടുക്കാനായിട്ടൊരു ഭയമുണ്ട്, അല്ലെങ്കിൽ ഒരു കറേജ് ഇല്ലായ്മ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷന് മാറ്റം വരും. അങ്ങനെ അങ്ങ് വെയിറ്റിങ്ങിലേക്ക് പോകേണ്ടി വരുന്ന ഒരു എനർജീസ് എല്ലാം ഇതിന് തീർച്ചയായിട്ടും മാറ്റം വരും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം അവരുടെ മനസ്സിനകത്ത് കാര്യമായിട്ടുള്ളൊരു വ്യക്തിയാണ്. നമ്മൾ നേരത്തെ നോക്കിയപ്പോഴും നമ്മൾ പറഞ്ഞു അവിടെയും ആ ഒരു പാസ്റ്റിലെ കാര്യങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, ഇവിടെയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ട് ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അങ്ങനെ വെറുതെ അവർക്ക് വിട്ടുകളയാൻ പറ്റുന്നതല്ല. ചില ഓർമ്മകൾ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് അങ്ങോട്ട് പോകണമെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ച് ഒരിക്കലും ഉപേക്ഷിച്ച് കളയാൻ പറ്റാത്തതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇവിടെയും തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെയാണ്. അവർക്ക് ഒരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് എന്തായിരുന്നോ, ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പായിരുന്നോ, എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവരെ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തൊരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കത് ഉപേക്ഷിച്ച് പോകാനായിട്ട് കഴിയില്ല എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക് 2 പ്രാവശ്യം നോക്കിയപ്പോഴും ആ 6 ഓഫ് കപ്സ് എനർജി കോമൺ ആയിട്ട് തന്നെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇമോഷൻ, അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് തമ്മിലുള്ള ഒരു കണക്ഷൻ, ആ ഒരു ഡെപ്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണെ കൊണ്ട് ആക്ഷൻ എടുപ്പിക്കുന്നതെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. മാത്രമല്ല അവർ നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം പൊസസീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ നിങ്ങൾ അവരുടെ പുറകെ നടക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ
നിങ്ങൾ ചിലപ്പോൾ ഒരിക്കലും അവരെ വിട്ട് പോവില്ല എന്നൊക്കെ ചിന്തിച്ചൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്ട്രാറ്റജിക്ക് മാറ്റം വരുന്നുണ്ടാവാം. ചിലപ്പോൾ പഴയതുപോലെ ഇനി നിങ്ങൾ ചിലപ്പോൾ ആ ഒരു പേഴ്സൻ്റെ പുറകെ ബെഗ് ചെയ്ത് പോകുന്ന പരിപാടിയോ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള തോന്നലായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ചില ഫാക്ടേഴ്സ് ഈ ഒരു പേഴ്സണെ ഒരു ഉറച്ച നിലപാടിലേക്ക് കൊണ്ടുവരാൻ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രോങ് ആക്ഷൻ എടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മേജർ ആർക്കാന എനർജീസ് വന്നിരിക്കുന്ന എംപറർ എനർജി, അതുപോലെ സ്റ്റാർ എനർജി കയറി വന്നിട്ടുണ്ട്. അതുപോലെ ലവേഴ്സ് എനർജി, ഫൂൾ എനർജി, പറഞ്ഞ എല്ലാ എനർജി ആണെന്നുണ്ടെങ്കിലും അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന എനർജീസാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്ന ഫൂൾ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ കൂടുതലായിട്ടുള്ള ആലോചനയോ കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആലോചിച്ച് ആലോചിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ്, നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഈ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ആലോചന ഇല്ല, അതവിടെ നിർത്തി. അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തം ഇഷ്ടത്തിലേക്ക് അല്ലെങ്കിൽ സ്വന്തം വഴി തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്നൊരവസ്ഥയാണ്. ആരുടെയും വാക്കുകൾ കേൾക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു റെസ്പോൺസിബിലിറ്റീസോ തലയിലെടുത്ത് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഇറങ്ങി പുറപ്പെടുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ആ ഒരു ആലോചനയും കാര്യങ്ങളും സൈലൻസും ഒക്കെ നിർത്തി ഈ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങളുടെ വ്യക്തി വർക്ക് ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ ഇപ്പോൾ നിലവിലത്തെ അവസ്ഥയിൽ പ്രത്യേകിച്ച് ഇതിനകത്ത് ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ വളരെ സ്റ്റണ്ടായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അവരതിനകത്ത് തീർച്ചയായിട്ടും അവർ ആക്ഷൻ എടുക്കും, അല്ലെങ്കിൽ അവരതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും, വർക്ക് ചെയ്യുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ചിലപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് വൈരുദ്ധ്യമുള്ള വ്യക്തികളായിരിക്കാം. ഒരാൾ കുറച്ചൊരു പിടിവാശിയുള്ള കൂട്ടത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ സംസാരിക്കുമ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ ആ ഒരു രീതിയിൽ മൂർച്ചയിൽ തന്നെ സംസാരിക്കുന്ന വ്യക്തികളുണ്ട്, ഒന്ന് മയത്തിൽ പറയുന്നവരുണ്ട്. ചിലർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും വളരെ സോഫ്റ്റായിട്ട് അത് പറഞ്ഞ് ഓപ്പോസിറ്റുള്ള വ്യക്തി ധരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ചിലവരങ്ങനെയല്ല, ചിലർ പറഞ്ഞു കഴിഞ്ഞാൽ തുളഞ്ഞു കയറുന്ന പോലെയാണ്. അത് അത്രയേറെ നമ്മളെ വേദനിപ്പിക്കുന്ന, ഹേർട്ട് ചെയ്യുന്ന പോലെ തോന്നുന്ന ഒരു എനർജിയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയുള്ള ഒരു വ്യക്തി ആയിരിക്കാനുള്ള ചാൻസും ഉണ്ട്. ഒരാളിവിടെ വളരെയധികം ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വന്നു കഴിഞ്ഞാൽ എല്ലാം സഹിക്കാനുള്ള ഒരു കഴിവ്, ഒരാൾക്ക് ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു കഴിവുണ്ടാവണമെന്നില്ല. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ പറഞ്ഞതുപോലെ എടുത്തിയാടുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെ അസ്വസ്ഥപ്പെടുന്ന ആളാവുന്ന ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചെറിയ കാര്യങ്ങൾക്ക് പോലും ചിലപ്പോൾ സഹിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയായിരിക്കും. അതുപോലും ഒരുപാട് ഇറിറ്റേഷൻ അല്ലെങ്കിൽ വളരെയധികം ആ ഒരു പേഴ്സണെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. അങ്ങനെ ഒരു വൈരുദ്ധ്യം നിങ്ങൾ തമ്മിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മളിവിടെ നോക്കുമ്പോൾ അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ അവരെ ചിലപ്പോൾ തടഞ്ഞ് നിർത്തുന്ന ഒരു കാര്യം, ഇപ്പോൾ ആക്ഷൻ എടുക്കാതെ തടഞ്ഞ് നിർത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ തന്നെ കരുതുന്ന എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ഇപ്പം മുന്നോട്ട് പോയ പ്രശ്നമാണെന്നൊക്കെ വിചാരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിലൊന്നും ഇനി അവരെ കെട്ടിയിടാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാം. ഇപ്പോൾ നമ്മളിവിടെ ലാസ്റ്റ് വന്നിരിക്കുന്ന എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ലവേഴ്സ് എനർജിയാണ്. അതായത് നിങ്ങളെ കൂടാതെ എന്താണ് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കാര്യമാണോ അപ്പുറത്തുള്ളത്, എന്ത് കാര്യമാണോ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാതെ പിടിച്ചു നിർത്തുന്നത്, അതിനേക്കാളും പ്രധാനം നിങ്ങളാണെന്ന് തിരിച്ചറിയുന്ന ആ ഒരു ടൈം പീരീഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 100 കാര്യം ഉണ്ടായിക്കോട്ടെ, അതിനകത്ത് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതാണ്, അല്ലെങ്കിൽ എനിക്ക് ഇത് വിട്ട് കളയാൻ പറ്റില്ല എന്നുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ്റെ, അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു എനർജിയിൽ മാറ്റം ഉണ്ടാവും എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാം. നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ, പേഴ്സൺ ആക്ഷൻ എടുക്കാൻ പറ്റാതെ കുഴങ്ങിയിരിക്കുന്ന ഒരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകാത്തൊരവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിന് 100% മാറ്റം വരും. കാരണം നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവിടെ പ്രൊമിനൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന സോഡിയക് സയൻസ്, സ്ട്രോങ് ഏരീസ് വന്നിട്ടുണ്ട്, സ്ട്രോങ് ക്യാൻസർ എനർജി വന്നിട്ടുണ്ട്, അക്വേറിയസ്, ലീബ്ര, ജെമിനൈ എനർജി കാണാം. അതുപോലെ തന്നെ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആയിട്ടുള്ള നമ്പർ 6 വന്നിട്ടുണ്ട്. നമ്പർ 6 അത്രയും സ്ട്രോങ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സ്പ്രെഡ് തന്നെയാണ് ഇതെന്ന് പറയാം. നേരത്തെ സ്പ്രെഡിലാണെന്നുണ്ടെങ്കിലും ആ ഒരു 6 നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 17 ആൻഡ് നമ്പർ 4. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ പറഞ്ഞ ആ ഒരു സിറ്റുവേഷനിലൂടെയാണോ നിങ്ങൾ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അത് തന്നെയാണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. നിങ്ങളുമായിട്ട് എത്രത്തോളം റെസനേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ആ പറഞ്ഞൊരു സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു നിലപാടില്ലായ്മയിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനൊരു ചേഞ്ച് വരും, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ടൊരു ആക്ഷൻ എടുക്കും എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി നോക്കിയപ്പോൾ നിങ്ങൾ വെയിറ്റിംഗ് ആണ്, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്ത് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതുപോലെ ആ ഒരു വെയിറ്റിംഗ് എനർജിയിൽ നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ
മാത്രമല്ല ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.